പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ലോകമെമ്പാടുമുള്ള ശാലോം ടെലിവിഷൻ്റെ പ്രേക്ഷകർക്ക് വാഴ്ത്തപ്പെട്ട മാതാവിൻ്റെ ജനനപ്പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ആദ്യമായിട്ട് നേരുകയാണ്. നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ മുഴുവനും ശുദ്ധ മാതാവുമായി ബന്ധപ്പെട്ട ധ്യാനചിന്തയിലായിരുന്നു. മാതാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉപവാസ നോമ്പെടുക്കുകയായിരുന്നു. വ്രതശുദ്ധിയോടുകൂടെ കഴിച്ചുകൂട്ടിയ ദിവസങ്ങൾക്ക് ശേഷം ഈ ദൈവമാതാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചിന്തകൾ നമുക്കായി പങ്കിടാം. ഈ ഭാഗ്യവതിയായ മാതാവിൻ്റെ അനുഗ്രഹീതമായ ജീവിത വഴിയിലൂടെ യാത്ര ചെയ്ത് നമുക്ക് ലഭിക്കാനുള്ള സന്ദേശം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതുമാണ് ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച ഒരു വർഷമായിട്ട് 2020 കണക്കാക്കുന്നു. നമ്മുടെ ബന്ധങ്ങൾ ഒരുപാട് അകന്നുപോയതുപോലെ നമുക്ക് തോന്നുന്നു. ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സ് പ്രോഗ്രാമുകളും കൾച്ചറൽ ഫെസ്റ്റിവൽസുമെല്ലാം നമുക്ക് അന്യമായി പോയി എന്ന് നാം വിചാരിക്കുന്നു. ഭാഗ്യവതിയായ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ ധാരാളം വകയുണ്ട്. കാരണം തൻ്റെ ബാല്യത്തിൽ തന്നെ തൻ്റെ മാതാപിതാക്കൾ നഷ്ടമാകുകയും തൻ്റെ മാതാപിതാക്കൾ മക്കളില്ലാതിരിക്കെ നേർന്നുണ്ടായ മകളായതുകൊണ്ട് ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്തു. ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ദൈവാശ്രയമുള്ള മാതാപിതാക്കളുടെ ഒരു ഭവനത്തിൽ പിറക്കാൻ ലഭ്യമായ ഭാഗ്യം അത് അസാധാരണമായ ഭാഗ്യമാണ്. ഇന്ന് മക്കൾ വളരുന്ന അന്തരീക്ഷം ദൈവാശ്രയബോധമുള്ള മാതാപിതാക്കളുടെ ഒരു പരിചരണവും സ്നേഹവും സാഹചര്യവുമുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് സാധിക്കുന്ന വിസ്മയനീയമായ അത്ഭുത സിദ്ധികളെക്കുറിച്ച് ശുദ്ധ മാതാവിൻ്റെ ജനനപ്പെരുന്നാൾ ദിവസം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിരാശയിൽപ്പെട്ടു പോകേണ്ടുന്ന യൂയാക്കീമും ഹന്നായും തങ്ങൾക്ക് മക്കൾ ലഭിക്കാതെ പോയി എന്നുള്ളത് കൊണ്ട് നിരാശപ്പെട്ട് പരിഭ്രമിച്ച് ദൈവത്തോട് പരാതി പറഞ്ഞ് അവർ ജീവിതം ദുഃഖസാന്ദ്രമാക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് ദൈവസന്നിധിയിൽ വീണ്ടും 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 പ്രാർത്ഥിച്ച് തങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന പുത്രമാ പദവിയിൽ നിന്നുകൊണ്ട് അപ്പനിൽ നിന്ന് സ്വീകരിക്കേണ്ടുന്ന പുത്രസമ്പത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അങ്ങനെയാണ് വിശുദ്ധ മാതാവ് അവൾക്ക് മകളായി പിറക്കുന്നത്. നമ്മുടെ കുടുംബാന്തരീക്ഷം മാതാപിതാക്കൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും ദൈവാശ്രയ ബോധമുള്ള ഒരു കുടുംബമായി ചിട്ടപ്പെടുത്തിയാൽ അത് പ്രതിസന്ധികളെ അതിജീവിപ്പാൻ നമ്മുടെ മക്കൾക്ക് ലഭ്യമാകുന്ന ത്രാണിയും ശക്തിയും വളരെ വലുതാണ്. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന അതിവിദഗ്ധമായ കോഴ്സുകളുടെ പുസ്തകങ്ങളിലോ മെഡിക്കൽ ബിരുദ പുസ്തകങ്ങളിലോ ടെക്നോളജിക്കൽ സാങ്കേതിക വിദ്യയുടെ ഏതെങ്കിലും പഠനഭാഗത്തോ സിലബസിലോ ഒന്നുമില്ലാത്ത പാഠങ്ങളാണ് ദൈവാശ്രയമുള്ള മാതാപിതാക്കൾ ഒരു ഗൃഹാന്തരീക്ഷത്തിൽ ഭക്തിയോടെ ജീവിക്കുമ്പോൾ തൻ്റെ മക്കളെ പഠിപ്പിക്കാനായി സാധിക്കുന്നത്. അത്തരത്തിൽ വളർന്നു വന്ന ഈ മറിയാമെന്ന പെൺകുഞ്ഞിന് നഷ്ടങ്ങളുടെ കണക്കുകൾ നോക്കിയാൽ ധാരാളമുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ആ നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞിരിക്കാതെ ഈ ചെറുപ്രായത്തിൽ ദേവാലയ അങ്കണത്തിൽ സമർപ്പിക്കപ്പെട്ട കുഞ്ഞ് മാതാപിതാക്കളുടെ വിരഹദുഃഖത്തിൻ്റെ വേദനയിൽ അവൾ വിലപിക്കുകയല്ല ചെയ്യുന്നത്. നേരെ മറിച്ചിട്ടോ അവൾ ആയിരിക്കുന്ന അന്തരീക്ഷത്തിൽ അവളെ ദൈവം ഏൽപ്പിച്ച ജോലികളിൽ ബാല്യത്തിലെ വ്യാപൃതയാകുന്നതായി നാം കാണുന്നു. പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വരുന്നു. അവർക്ക് കൈകാലുകൾ കഴുകാനുള്ള വെള്ളം അവൾ ക്രമീകരിക്കുന്നു. പോരാ, അതിനേക്കാൾ ഉപരിയായി സ്വന്തമായി തുന്നൽ പണി ചെയ്യാൻ വേണ്ടി ഈ ബാലികയായ പെൺകുട്ടി തയ്യാറാകുന്നു. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ ഈ സന്ദേശം ശ്രവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം,
ബാല്യകാലം നിശ്ചയമായിട്ടും പഠനത്തിന് വേണ്ടി ഉപകരിക്കേണ്ടതാണ്, പ്രയോജനപ്പെടുത്തേണ്ടതാണെങ്കിൽ കൂടെയും സ്വന്തം ഭവനാങ്കണങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഈ ഒരു പകർച്ചവ്യാധിയുടെ സന്ദർഭത്തിൽ അവരുടെ ജോലികൾ നഷ്ടമായി സാമ്പത്തിക സുസ്ഥിതിയൊക്കെ കുറേ കൂടെയൊക്കെ പരിതാപകരമായ വിധത്തിലെന്ന് പറയത്തക്ക വിധത്തിൽ വല്ലാതെ ഭാരപ്പെടുമ്പോൾ സ്വന്തം ഭവനാങ്കണത്തിൽ സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്ന ജോലികളെ ചെയ്യാനുള്ള തീരുമാനം നമ്മുടെ മക്കൾക്കുണ്ടാകേണ്ടതാണ്. നിശ്ചയമായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ജോലി ചെയ്യാൻ മടിയുള്ളവരൊന്നുമല്ല. ഈ അനുഗ്രഹീതമായ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ആവർത്തന വിരസതയുണ്ടാകുന്ന അധ്വാനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അലക്ഷ്യമായ കാര്യം ചെയ്യാതെ ദൈവം ഏൽപ്പിച്ച സാഹചര്യം ഏതുമാകട്ടെ പ്രായത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം അധ്വാനിക്കുവാനും കുടുംബത്തിൻ്റെ പ്രതിസന്ധികളെ കൂട്ടായി തരണം ചെയ്യാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾക്കൊപ്പം നിൽക്കുവാനും ഈ തരുണത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചുമതലപ്പെട്ടവരാണ്. ഭാഗ്യവതിയായിട്ട് ഈ കൊച്ചു പെൺകുട്ടി മാറുന്നത് എന്താണ്? ദൈവം തന്നോട് അറിയിച്ചത് നിവർത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ നീ ഭാഗ്യവതി. ദൈവം നമ്മോട് അറിയിക്കുന്ന കാര്യങ്ങളെ നിവർത്തീകരിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നത് മഹാഭാഗ്യമാണ്. ഇത് അറിയിക്കുമ്പോൾ മോശയെപ്പോലെ എനിക്കതിന് പ്രായമായില്ല എന്നോ എനിക്കതിന് ആവശ്യമായ വിജ്ഞാനമില്ലെന്നോ ഒന്നും മറിയാം പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും സഖറിയാ പുരോഹിതൻ്റെ മുമ്പാകെ ഈ ദൂതറിയിക്കുമ്പോൾ അടയാളങ്ങളൊന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു എന്നുള്ള ആശങ്കയും ഇവിടെ കാണുന്നില്ല. നേരെ മറിച്ച് തന്നോട് അറിയിച്ചത് ദൈവത്തിൻ്റെ ദൂതനാണെന്ന് വിശ്വസിച്ചപ്പോൾ ഈ കാര്യം നിവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് മറിയാമെന്ന ബാലിക പൂർണ്ണമായി വിശ്വസിച്ചു. അതുകൊണ്ട് നമ്മുടെ ആരാധനയുടെ ഈണങ്ങളിൽ, ആരാധന വരികളിൽ എപ്പോഴും ആവർത്തിക്കുന്നൊരു പദമാണ് ഭാഗ്യവതി മറിയാമേ ദൈവ പ്രാണ മദനെ പേറ്റോളെ ഭാഗ്യനിധി വാണിജനാവാസം. ഭാഗ്യനിധി, ഭാഗ്യവതി എന്ന് ആവർത്തിച്ച് പിതാക്കന്മാർ വിളിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ അത് നിർവഹിക്കുവാൻ വേണ്ടി വ്യക്തിപരമായി ഞാൻ അപ്രാപ്തനാണെങ്കിലും അരുളി ചെയ്തത്, ഇത് പൂർത്തീകരിക്കേണ്ടുന്നത് ദൈവമാണെന്ന് വിശ്വസിച്ച് അതിൽ ആശ്രയിച്ചവളാണ് ഭാഗ്യവതി. നമ്മൾ ഓരോരുത്തരും ഈ സാഹചര്യത്തിൽ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നമുക്ക് സംഭവിച്ചുവെന്ന് നാം ചിന്തിക്കുന്ന അനർത്ഥങ്ങളിൽപ്പെട്ട് ഇതൊരു വല്ലാത്ത വിപത്തായി കണ്ട് നിരാശയിൽ കഴിയുന്ന ചിലരെങ്കിലും കണ്ടേക്കാം. എന്നാൽ ഇന്ന് ഈ പെരുന്നാൾ ദിവസം, ഭാഗ്യവതിയായ മാതാവിൻ്റെ ജനന പെരുന്നാൾ ദിവസം, നാം അതിൽ നിന്ന് തിരിച്ചു വരണം. നിരാശയിൽപ്പെട്ട് പോയി ജീവിക്കാനല്ല നമ്മോട് ആവശ്യപ്പെടുന്നത്. മനോഹരമായ ചിത്രമെടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആശ്രയം അദ്ദേഹത്തിൻ്റെ തൊഴിലാണ്. എന്നാൽ ഒരു നാൾ വിലപ്പെട്ട ഈ ഫോട്ടോഗ്രാഫി എടുക്കുന്ന ക്യാമറ കള്ളൻ മോഷ്ടിക്കുന്നു. അദ്ദേഹം വല്ലാതെ നിരാശപ്പെട്ടു പോകുന്നു. മറ്റൊന്ന് വാങ്ങാൻ പണമില്ല, വേറൊരു വഴിയില്ല, എങ്ങനെയാണ് ഇനി ജീവിക്കുക? അദ്ദേഹം മടങ്ങിയെത്തുന്ന തൻ്റെ വീട്ടിൽ നിരാശപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ടത് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിവെച്ച ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. അദ്ദേഹം ഫോട്ടോ എടുത്ത് പരിശീലിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മനോഹരമായി ഈ വാദ്യോപകരണം ഉപയോഗിച്ച് പാടുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി, എൻ്റെ ക്യാമറയാണ് നഷ്ടമായിട്ടുള്ളൂ, എൻ്റെ പടമെടുക്കുന്ന ഉപകരണമേ കള്ളൻ അപഹരിച്ചിട്ടുള്ളൂ, പക്ഷേ എൻ്റെ കൈവിരലുകൾ അപഹരിക്കാൻ അവന് സാധിച്ചിട്ടില്ല. എൻ്റെ കൈവിരലുകൾ എനിക്ക് ദൈവം ഇപ്പോഴും ആരോഗ്യമായി തന്നിരിക്കുന്നു. വീണയെടുത്ത് ആ ക്യാമറമാനാൻ
ഭംഗിയായിട്ട് പാടി. ഭംഗിയായിട്ടവൻ നിരാശയിൽ നിന്ന് അവൻ പ്രത്യാശയിലേക്ക് മടങ്ങി വന്നു. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന നിയോഗങ്ങളെ പൂർത്തീകരിപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കുമെന്ന് വിശ്വസിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. മുഖത്ത് നിന്ന് പുഞ്ചിരി പോയ വർഷമാണ്. നമ്മുടെ എല്ലാവരുടെയും മുഖത്ത് വ്യക്തമാകുന്നത് പുഞ്ചിരിയാണോ എന്ന് തിരിച്ചറിയാൻ പോലും വയ്യാത്ത വിധത്തിൽ നമ്മുടെ മുഖങ്ങളൊക്കെ മറച്ചു പിടിക്കേണ്ടുന്നൊരു കാലമാണ്. പക്ഷേ പ്രിയമുള്ളവരെ, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പുഞ്ചിരി അല്ല നമുക്ക് ആവശ്യം. മറ്റൊരാൾ കണ്ടാലും കണ്ടില്ലെങ്കിലും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാകേണ്ടുന്ന ഭാവമാണ്, അനുഭവമാണ് എൻ്റെ മുഖത്തിൻ്റെ പ്രസന്നത എന്ന് പറയുന്നത്. ഈ വല്ലാത്ത പ്രതിസന്ധിയിൽ, പലതും നഷ്ടമായിരിക്കുന്ന വേദനയിൽ നിങ്ങൾ മുഖത്ത് പുഞ്ചിരി നഷ്ടമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ, നമുക്ക് നമ്മുടെ പ്രത്യാശയാകുന്ന കർത്താവിലേക്ക് നോക്കിയാൽ നമ്മുടെ മുഖം പ്രസന്നമാകും. നമ്മുടെ ഉള്ളം സന്തോഷിക്കാൻ വകയുണ്ടാക്കും. വ്യക്തിപരമായി വലിയ നിയോഗങ്ങളെ പൂർത്തീകരിപ്പാൻ നമ്മൾ അപ്രാപ്തരാണ്. സ്വാഭാവികമായിട്ടും സാമ്പത്തികമായ രംഗം താഴേക്ക് പോകുമ്പോൾ സ്വപ്നം കെട്ടിയ സുന്ദരമായ ഭാവിയെക്കുറിച്ചിട്ടുള്ള ആശങ്കകൾ നമ്മളെ അലട്ടുമ്പോൾ നമ്മുടെ മനസ്സ് വേദനിക്കും, സ്വാഭാവികമാണ്. എന്നാൽ ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 4 മുതൽ വായിക്കുമ്പോൾ ദൈവം നിങ്ങളെക്കുറിച്ച് കണ്ട പദ്ധതി, നിങ്ങളിൽ ആരംഭിച്ച പദ്ധതി, അത് പൂർത്തീകരിപ്പാനും അവൻ മതിയായവനാണെന്നുള്ള അപ്പോസ്തലൻ്റെ വചനം നമ്മെ ശക്തീകരിക്കുന്ന വചനമാണ്. കുടുംബം ഭരമേൽപ്പിക്കപ്പെട്ട പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളുടെ ഭാവിയെ ശോഭനമാക്കുവാൻ വേണ്ടി ദൈവം നിയോഗിക്കപ്പെട്ട പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രതി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ നിയോഗം പൂർത്തീകരിപ്പാൻ ദൈവം നിങ്ങളെ ബലപ്പെടുത്തും, സംശയിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുയരുന്ന ഇത്തരത്തിലുള്ള ചിന്തകളെ മറികടപ്പാൻ ഇതുപോലുള്ള വിശുദ്ധ ദിവസങ്ങൾ നമ്മളെ വല്ലാതെ ധൈര്യപ്പെടുത്തും. മാതാപിതാക്കളും മക്കളും ആയി ജീവിക്കുന്ന കുടുംബസ്ഥൻ വിളിച്ചു ചോദിക്കുന്നൊരു കാര്യം, യാതൊരു പോംവഴിയുമില്ല, താമസം വാടകയ്ക്കാണ്, സാമ്പത്തികമായി കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ മാർഗമില്ല, എനിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഉറങ്ങാനോ സാധിക്കുന്നില്ല, എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ എവിടെയെങ്കിലും ഒന്ന് മാറി താമസിക്കാൻ ഒരിടം കാണിച്ചു തരാവോ? ഇത് ആവശ്യപ്പെടുന്ന ഗൃഹനാഥനോട് മറിച്ച് പറയാനായിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായ സ്വസ്ഥതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ജീവിതത്തെ ഭയന്ന് ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിക്കുകയാണോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായ സ്വസ്ഥമായ സ്വാർത്ഥതയിലേക്ക് നിങ്ങൾ മാറുകയാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ, ഭാര്യയുടെ, മാതാപിതാക്കളുടെ സംരക്ഷണം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കെ നിങ്ങൾ സ്വസ്ഥതയുള്ള ഇടങ്ങൾ തേടേണ്ടതായിട്ടില്ല. കർത്താവ് എനിക്ക് ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല, പച്ചയായ മേച്ചിൽപ്പുറങ്ങളിൽ അവൻ എന്നെ മേയിക്കും, സ്വസ്ഥമായ ജലാശയങ്ങളിലേക്ക് അവനെ നടത്തുമെന്നും, അന്ധകാര താഴ്വരയിൽ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല എന്നുമുള്ള അനുഗ്രഹീതമായ വചനം ചൊല്ലിക്കൊടുത്ത് മക്കളെ ശക്തീകരിച്ച് മാതാപിതാക്കളെ ബലപ്പെടുത്തി തൻ്റെ ജീവിത പങ്കാളിയോട് കൂടെയിരുന്ന് ആ കുടുംബം സ്വർഗമാക്കുവാൻ നിങ്ങൾക്കേ സാധിക്കൂ, നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു കുടുംബമായി ഒന്നിച്ച് ദൈവാത്മാവിൽ ആശ്രയം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്കെല്ലാ ബലവും ശക്തിയും ലഭ്യമാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ദൈവം നമ്മെ കൈവിടില്ല. വിളിച്ചവൻ വിശ്വസ്തനാണ്, വഴിയിൽ അലയാൻ ഇടവരുത്താത്തവനാണ്. ഇതാണെൻ്റെ ബോധ്യം, ഇതാണെൻ്റെ സാക്ഷ്യം. കുടുംബഭാരമേറ്റ് ചില കുടുംബങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ചില കുടുംബത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ചില ഭർത്താക്കന്മാർ കാര്യങ്ങളൊന്നും നോക്കാതെ ഇരിക്കുമ്പോൾ ചില ഭാര്യമാർ എടുക്കുന്ന തീരുമാനമുണ്ട്. എൻ്റെ ഭർത്താവിൻ്റെ പ്രാപ്തി കുറവോ ബലഹീനതയോ പറഞ്ഞ് എൻ്റെ ഭർത്താവിനെ ചെറുതാക്കി കാണിച്ച്
ഞാൻ കുടുംബം നോക്കുന്നവളെന്നുള്ള ധിക്കാരത്തിലേക്കല്ല നമ്മളിവിടെ പോകുന്നത്. നേരെ മറിച്ചിട്ട് എൻ്റെ ഭർത്താവിൻ്റെ പോരായ്മകളെ പരിഹരിപ്പാൻ വേണ്ടിയിട്ട് എന്നെ ദൈവം ആക്കി വച്ചിരിക്കുന്നു. ഈ കൂട്ടുത്തരവാദിത്വം പരസ്പരം നിറവേറ്റി തമ്മിൽ കുറ്റപ്പെടുത്താതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കട്ടെ. മക്കളില്ലാതിരുന്നപ്പോഴും തമ്മിൽ പഴിചാരാതെ ഒരുമിച്ച് പ്രാർത്ഥിച്ച വിശുദ്ധ മറിയാമിൻ്റെ മാതാപിതാക്കളായ ഹന്നായുടെയും യൂയാക്കീമിൻ്റെയും മാധ്യസ്ഥം നമുക്കെല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ. ഉത്തമ കുടുംബം, ഉദാത്ത കുടുംബം, ദൈവത്തെ ആശ്രയിക്കുന്ന കുടുംബം, ആ കുടുംബമാണ് നമ്മുടെ മക്കൾക്കെന്ന ആവശ്യം. അത്തരം കുടുംബങ്ങൾ വളരുന്ന മക്കളാണ് ഭാവിയിലെ സത്കർമ്മങ്ങൾ ചെയ്യുന്ന, ഈ സമൂഹത്തിനും രാജ്യത്തിനും നാടിനും വേണ്ടി പ്രയോജനപ്രദമാകുന്ന, തലമുറകൾക്ക് ഭാഗ്യം ചെയ്യുന്ന കുടുംബങ്ങളായി മാറുന്നത്. അത്തരം കുടുംബങ്ങൾ രൂപം കൊടുക്കുവാൻ നിങ്ങൾക്കെല്ലാവർക്കും സാധ്യമാകട്ടെ എന്നും, ഈ പകർച്ചവ്യാധിയുടെ ഭാരം കൊണ്ട് വിഷമിച്ചു പോയ, മുഖം വാടിപ്പോയ, ഹൃദയം ക്ഷീണിച്ചു പോയ, കാലുകളും കൈകളും തളർന്ന് കുഴഞ്ഞുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ശക്തീകരിപ്പാൻ ദൈവം നിങ്ങൾക്ക് ബലം നൽകട്ടെ. യെശയ്യാപ്രവചന പുസ്തകത്തിൽ പറയും, ഒരുത്തനോടൊരുത്തൻ ചെന്ന് ധൈര്യമായിരിപ്പിൻ, തമ്മിൽ അവർ ധൈര്യപ്പെടുത്തുന്നു. ക്ഷീണിച്ചു പോയവരെ, തളർന്നു പോയിട്ടുള്ളവരെ, മനസ്സ് ഭാരപ്പെട്ടു പോയവരെ, ഹൃദയം നുറുങ്ങിയവരെ നമുക്ക് ആശ്വസിപ്പിക്കാം, നമുക്ക് ധൈര്യപ്പെടുത്താം, അവരെ മടക്കി തിരിച്ചു പിടിക്കാം. ഈ വലിയ ദിവസം അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഭാഗ്യവതിയായി ഞങ്ങൾ വാടിപ്പുകഴ്ത്തുന്ന അമ്മയുടെ സ്വഭാവശീല ശുദ്ധിയൊക്കെയും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും മാതൃകയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഏൽപ്പിച്ച വ്യക്തിപരമായ ചുമതലകൾ, വ്യക്തിപരമായ നിയോഗങ്ങൾ, അത് പൂർത്തീകരിപ്പാൻ വേണ്ടുന്ന ആവശ്യമായ ആത്മശക്തിയും ശാരീരിക ബലവും തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനോവീര്യം കെട്ടുപോയിട്ടുള്ളവരെ, നിരാശയിൽ പെട്ടുപോയിട്ടുള്ളവരെ കൈപിടിച്ചുയർത്തുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഈ നോമ്പുകാലം പൂർത്തീകരിച്ച് നോമ്പിൽ ശക്തി കണ്ട് അതിൽ നിന്ന് ധാരാളം ഐശ്വര്യങ്ങളെ പ്രാപിപ്പാൻ ഈ ഉപവാസ നോമ്പെടുത്ത ഭവനങ്ങൾക്കും കുടുംബങ്ങൾക്കും ഇതിൽ പങ്കെടുക്കുന്ന കേൾവിക്കാരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം സഹായം ചെയ്യുമാറാകട്ടെ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമേൻ.